ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികൾ. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഫസ്റ്റ് എക്സസൈസിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 6th ക്വസ്റ്റ്യൻ, എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified, it becomes 1/4. What is the fraction? ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യയുടെ അടി 1 to its ന്യൂമറേറ്ററിനോടുകൂടി 1 കൂട്ടിയതിന് ശേഷം അത് 1/3 ആയി മാറുന്നു. അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടുന്നു. അതിന് പകരം 1 is added to the denominator, ഛേദത്തോടുകൂടി 1 കൂട്ടിയിട്ട് ചെറുതാക്കിയാൽ സിംപ്ലിഫൈ ചെയ്താൽ ഇറ്റ് ബിക്കംസ് 1/4 ആയിട്ട് മാറും. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ന്യൂമറേറ്റർ ഈക്വൽ ടു എക്സ് എന്നെടുക്കാം, അതുപോലെ ഡിനോമിനേറ്റർ ഈക്വൽ ടു വൈ എന്നെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഈക്വൽ ടു അത് x/y ആയിരിക്കും. ഇനി a fraction is simplified after adding 1 to its numerator. It becomes 1/3. x ആണ് ന്യൂമറേറ്റർ എങ്കിൽ x plus 1 divided by y equal to 1/3 ആവും. പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ, ഈ ആദ്യത്തെ കാര്യത്തിൽ നിന്നും ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം, രണ്ടാമെന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നും മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇതിൽ നിന്നും ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെ 1 ഇൻറ്റു നമുക്ക് 3യും y ഇൻറ്റു 1 ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1 ഇൻറ്റു വൈ. ഇവിടെ y ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടി. അതിനൊരു ഇക്വേഷനാക്കി ഇവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ ആൻഡ് ദെൻ സിംപ്ലിഫൈഡ്, ഇറ്റ് ബിക്കംസ് 1/4. നമ്മുടെ ഫ്രാക്ഷൻ x/y ആണ്. x/y അതിൻ്റെ കൂടെ y ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ y പ്ലസ് 1 എന്നെടുത്തു, ഈക്വൽ ടു ഇറ്റ് ബിക്കംസ് 1/4. അപ്പോൾ ഇവിടെ x ഇൻറ്റു 4x ഈക്വൽ ടു y പ്ലസ് 1 ആണ്. നമുക്ക് y പ്ലസ് 1 ഈക്വൽ ടു 4x എന്ന് എഴുതി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ, y ഈക്വൽ ടു 3x പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്നൊരു ഇക്വേഷൻ കിട്ടി. y പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4x എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ y ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് എന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ ഈ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സ് മാത്രമുള്ള ഒരു ഇക്വേഷനായിട്ട് മാറും. അതിൽ നിന്ന് എക്സിനെ കണ്ടുപിടിച്ചാൽ പിന്നീട് വൈയും കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ കിട്ടും. അപ്പോൾ y പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4x എന്ന ഇക്വേഷൻ വൈക്ക് പകരം 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് 1 ഈക്വൽ ടു 4x ആണ്. 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് ഈ 1 ഈക്വൽ ടു 4x ആണ്. അപ്പോൾ 3x പ്ലസ് 4 ഈക്വൽ ടു നമുക്ക് 4x കിട്ടി. ഇനി ഇവിടെ സാധാരണ വേരിയബിൾ ഉള്ളതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുന്നു, നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലേക്ക് വരും. ഇവിടെ ഇപ്പം ഇവിടെ 4x ഉണ്ട്, ഇവിടെ 3x ഉണ്ട്. 3x ആണ് ചെറുത്, അവിടെ ഞാൻ ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുവന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ എളുപ്പം റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ 4 ഈക്വൽ ടു ഇവിടെയുള്ള 4x എഴുതി. ഇനി ഈ 3xനെ റൈറ്റ് സൈഡിലേക്ക് വരും, മൈനസ് 3x ആയി. അതായത് 4 ഈക്വൽ ടു 4x മൈനസ് 3x എക്സ്. നമുക്ക് എക്സ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് y കണ്ടുപിടിക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ x ഈക്വൽ ടു 4 എന്നുള്ളത് ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് y ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 4 ആണ്, 4 പ്ലസ് 1 ഈക്വൽ ടു 3 ഇൻറ്റു 5 ഈക്വൽ ടു 15 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ x ഈക്വൽ ടു 4 എന്നും y ഈക്വൽ ടു 15 എന്നും കിട്ടി. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഈക്വൽ ടു അത് x/y ആണ്, ഈക്വൽ ടു 4/15 ആണ്. നമ്മുടെ ഫ്രാക്ഷൻ 4/15 എന്ന് കിട്ടി.
ഇതിലെ 7th ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഇൻവെസ്റ്റ്ഡ് 1 lakh rupees in 2 schemes with interest rates 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? അതായത് ഒരാൾ 1,00,000 രൂപ 2 സ്കീമിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ ഒരു സ്കീമിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7%ഉം മറ്റൊന്നിൽ 6%ഉം ആണ്. ഒരു വർഷത്തിന് ശേഷം അവർക്ക് 6,750 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി ഈ 2 സ്കീമിലും കൂടി ടോട്ടൽ. ഹൗ മച്ച് ഡിഡ് ദേ ഇൻവെസ്റ്റ് ഇൻ ഈച്ച് സ്കീം? അപ്പോൾ ഓരോ സ്കീമിലും എത്ര രൂപ വെച്ചാണ്, 1,00,000 രൂപ എത്ര രൂപ വെച്ചാണ് ഓരോ സ്കീമിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്ത് നോക്കാം. ലെറ്റ്സ് ടേക്ക് ദ എമൗണ്ട് ഇൻവെസ്റ്റ് ഇൻ ദ ഫസ്റ്റ് സ്കീം ആസ് എക്സ് റുപ്പീസ്. ഫസ്റ്റ് സ്കീമിലെ എക്സ് എന്നെടുത്തു, സെക്കൻഡ് സ്കീമിൽ വൈ എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് വൈ ഈസ് ഈക്വൽ ടു, അത് 1 lakh മൈനസ് എക്സ് ആയിരിക്കും. കാരണം ആകെ ടോട്ടൽ 1 lakh ആണുള്ളത്. അതിൽ എക്സ് എത്ര നമുക്കറിയില്ല, എക്സ് രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ആ 1 lakhൽ നിന്നും എക്സ് കുറയ്ക്കുന്നതായിരിക്കും സെക്കൻഡ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. വൈ ഈസ് ഈക്വൽ ടു 1 lakh മൈനസ് എക്സ് നിർത്തും. ഇനി ഇൻട്രസ്റ്റ് ഫ്രം ദ ഫസ്റ്റ് സ്കീം, ഈ 1 എന്നെടുക്കാം. ഇൻട്രസ്റ്റ് ഫ്രം ദ ഫസ്റ്റ് സ്കീം ഈക്വൽ ടു എക്സ് ഇൻറ്റു അവിടെയുള്ളത് 7% ആണ്. അപ്പോൾ 7/100 ഈക്വൽ ടു 7x by 100 എന്നെഴുതി വെച്ചു. ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തോളാം. ഇനി ഇൻട്രസ്റ്റ് ഫ്രം ദ സെക്കൻഡ് സ്കീം ഞാൻ I2 എന്നെടുക്കുന്നു. ഈക്വൽ ടു ഇത് y ഇൻറ്റു 6/100, അതായത് ഈക്വൽ ടു y എന്ന് പറയുന്നത് 1 lakh മൈനസ് എക്സ് ആണ്. 1 lakh മൈനസ് എക്സ് ഇൻറ്റു 6/100 ഈക്വൽ ടു 6 lakh മൈനസ് 6x ബൈ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാവുന്നത് ഈ 2 സ്കീമിൻ്റെയും ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷനാക്കി നമ്മൾ എഴുതി വെച്ചു. ഇനി ആ ഇൻട്രസ്റ്റുകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 6,750 രൂപയാണ്. അപ്പോൾ ആ ഇൻഫർമേഷനിൽ നിന്നും നമുക്ക് എഴുതാൻ പറ്റുന്നത് 7x ഡിവൈഡ് ബൈ 100 പ്ലസ് ഇതായതിൻ്റെ ഇൻട്രസ്റ്റ്, അടുത്ത സെക്കൻഡ് സ്കീമിലെ ഇൻട്രസ്റ്റ് 6 lakh മൈനസ് 6x ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 6,750 ആണ്. 6,750 രൂപയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഫ്രാക്ഷൻ ആണ്, പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് 7x പ്ലസ് 60 lakh മൈനസ് 6x ഓൾ ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 6,750 ആണ്. ഇനി ഇവിടെ 7xും മൈനസ് 6x ഉണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 6 lakh ഈക്വൽ ടു ഈ ഡിനോമിനേറ്ററിൽ ഉള്ള 100 നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ 6,750 ഇൻറ്റു 100 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 6 lakh ഈക്വൽ ടു ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 6,75,000 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി എക്സ് ഈക്വൽ ടു ഈ 6 lakhനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ 6,75,000 മൈനസ് 6 lakh ഈക്വൽ ടു 75,000. അപ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫസ്റ്റ് സ്കീം, എമൗണ്ട് ഇൻ ദ ഫസ്റ്റ് സ്കീം ഈക്വൽ ടു 75,000 ആണ്. അപ്പോൾ അത് സെക്കൻഡ് സ്കീമിൽ ഈക്വൽ ടു അത് 1 lakhൽ നിന്ന് 75,000 കുറച്ചാൽ 25,000 ആയി. അപ്പോൾ ഫസ്റ്റ് സ്കീമിൽ 75,000ഉം സെക്കൻഡ് സ്കീമിൽ 25,000ഉം ഇൻവെസ്റ്റ് ചെയ്തു. ടോട്ടൽ 1 lakh ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ 6,750 രൂപ ടോട്ടൽ ഇൻട്രസ്റ്റും കിട്ടി.